എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. പ്രഭാഷകൻ 43-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് നമ്മുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കാം. അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അവിടുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് സർവശക്തിയോടും കൂടി നമുക്ക് ദൈവത്തെ പുകഴ്ത്താം. ഒരിക്കലും തളർന്നു പോകരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെ ദൈവം നമുക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യും. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ മേൽ വന്നാൽ നമുക്ക് നല്ല വിവേകം ലഭിക്കുകയും നന്മതിന്മകൾ തിരിച്ചറിയാൻ സാധിക്കുകയും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് അറിവ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.